ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിനെതിരെ ഒരു വാക്കു മിണ്ടാൻ ഭയന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മുമ്പ്. ഇന്നും ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ പ്രീണിപ്പിച്ചും പ്രലോഭിപ്പിച്ചും മതേതരന്മാരുടെ കുപ്പായമിടുന്ന ഒരുപാട് പുരോഗമന ചിന്താഗതിക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ മതരാഷ്ട്രമനുസരിച്ച് ഒരു മതേതരന്റെ കുപ്പായം വേണമെങ്കിൽ അവൻ അങ്ങനെ ഒരു മുഖച്ഛായ വേണമെങ്കിൽ ഇസ്ലാമിനെ ഒന്ന് പൊക്കി 4 വാക്ക് പറഞ്ഞാൽ മതി. അവൻ പിന്നീട് അറിയപ്പെടുന്ന മതേതരനാ. നമ്മുടെ നാട്ടിൽ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ മതേതരൻ ആരാണ്? റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് സർ. അദ്ദേഹം ഭയങ്കര വലിയൊരു മതേതരനാ. പക്ഷെ അദ്ദേഹത്തിന് ഇത് അറിയില്ലെന്ന് മാത്രം. ഇത് ഇസ്ലാമിസ്റ്റുകളാണ് അദ്ദേഹത്തിന്റെ മതേതരത്വം തിരിച്ചറിഞ്ഞത്. അത്ര വ്യത്യാസമേ ഉള്ളൂ, പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഈ കപട മതവാദികളുടെ, അങ്ങനെ ഞാൻ പറയാൻ കാരണം, തരാതരം മതത്തെ മാറ്റാനും അതുപോലെ പുതിയത് പണിയാനും ഒന്നും ഇവർക്ക് മടിയില്ല. പക്ഷെ ഇവരുടെ കാര്യങ്ങൾ വരണമെന്ന് മാത്രം. ഇപ്പോ ബാലുശ്ശേരി സംഗീതം അനിസ്ലാമികമാണ്, സംഗീതം എവിടെയുണ്ടോ അവിടെ പിശാചുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അലിയാർ കാസ്മിയുടെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നത് സംഗീതത്തോടുകൂടി. അതാ ഞാൻ പറഞ്ഞ, അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ തന്നെയാ. തരാതരം മാറ്റാനും മറിക്കാനും ഒക്കെ വിദഗ്ധരാണവർ. ശരിക്ക് ഈ മതതീവ്രവാദികളുടെ മുഖം പുറത്തു കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇതുപോലെ IS ലവ് ജിഹാദ് തീവ്രവാദം. മലയാളികൾ കേട്ട് പരിചയിച്ച 3 വാക്കുകൾ. എന്താണ് ഈ വാക്കുകൾക്കുള്ളിലെ സത്യം? എന്താണ് ഈ വാക്കുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നത്? അവിടെ നടക്കുന്ന കൊടും ക്രൂരതകൾ ലോകത്തിന് മുന്നിലേക്ക് വെളിപ്പെടുത്തുകയാണ് ഒരു പെൺകുട്ടി. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ കീഴിൽ അനുഭവിച്ച ക്രൂര യാതനകൾ വെളിപ്പെടുത്തി യസീദി വനിതകൾ രംഗത്ത് വന്നിരുന്നു. ഭീകരരുടെ ലൈംഗിക അടിമകളായി കഴിഞ്ഞിരുന്നവരാണിവർ. യുവതികളെ IS ക്യാമ്പിൽ ജിഹാദികൾ നിരന്തരം ബലാത്സംഗം ചെയ്യും. ഗർഭിണിയായാൽ സ്റ്റെയർ കേസിന് മുകളിൽ നിന്ന് തള്ളിയിട്ട് ഗർഭഛിദ്രം നടത്തും. ഇത്തരത്തിൽ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് യസീദി യുവതികൾ. ഹെൻറി ജാക്സൺ സൊസൈറ്റിയിലെ നികിത മാലിക് പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന ഈ വസ്തുതകളുള്ളത്. ട്രാഫിക്കിംഗ് ടെറർ, ഹൗ മോഡേൺ സ്ലേവറി ആൻഡ് സെക്ഷൽ വയലൻസ് ഫണ്ട് ടെററിസം എന്ന പേരിലാണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നത്. നികിത ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ISന്റെ ക്രൂര പീഡനങ്ങൾക്ക് ഇരയാക്കിയ ഒരു യുവതിയുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പൊ ബാംഗ്ലൂര് നടക്കുന്ന ഹിജാബിന്റെ പ്രശ്നങ്ങളുമായിട്ട് വേണം ഇതിനെ കൂട്ടി വായിക്കാൻ. കാരണം ഇവർക്ക് ഇസ്ലാമിക നിയമപ്രകാരം ജീവിക്കണം. ഇസ്ലാമിക നിയമങ്ങൾ അനുശാസിക്കുന്നത് എല്ലാം ഇവർക്ക് പ്രാവർത്തികമാക്കണം. പൊയ്ക്കോ വേഗം ISISലേക്ക്, അഫ്ഗാനിസ്ഥാനിലേക്ക് പൊയ്ക്കോ. ഇത് ജനാധിപത്യ മലയാളികളുടെ, ഇത് ജനാധിപത്യ രാജ്യമല്ലേ? പ്രത്യേകിച്ച് ഈ മലയാളിക്കരയിലെ അങ്ങനത്തെ വേഷമൊക്കെ വേണം. പ്രാകൃതമായിട്ടേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിൽ എളുപ്പം അവിടെയല്ല. അവിടെ ആകുമ്പോൾ വിലക്കുകളില്ല, സമരങ്ങളൊന്നും ചെയ്യണ്ട, ധർണ നടത്തണ്ട, സംഘർഷങ്ങൾ ഉണ്ടാക്കണ്ട, ബസ് കത്തിക്കണ്ട, റോഡ് ഉപരോധിക്കണ്ട, ധർണ വേണ്ട. അപ്പൊ ഞങ്ങൾക്ക് ഇത് അംഗീകരിച്ചേ പറ്റൂന്നാണല്ലോ. അത് നിങ്ങളുടെ തലയിൽ നിന്നോ മുഖത്തു നിന്നോ തട്ടമൊന്നും മാറിയാല് എന്ത് ചെയ്യണമെന്ന് താലിബാനികൾ തീരുമാനിച്ചോളൂ. വിദഗ്ധമായി കൃഷി ചെയ്യുക, ആ ഉൽപ്പന്നത്തെ ഏറ്റെടുക്കാൻ പറ്റാതെ ടെറസിൽ നിന്ന് തള്ളിയിടുക. ആഹാ, സുന്ദരമായിട്ടുള്ള നിയമം. ഈ നിയമം അംഗീകരിക്കാൻ നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അതെന്തേ നിങ്ങൾക്ക് അങ്ങനത്തെ മതസ്വാതന്ത്ര്യമൊന്നും വേണ്ടേ? വിക്ടിം 1 എന്നാണ് ഈ യുവതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തനിക്ക് IS ഭീകര കേന്ദ്രത്തിൽ നേരിടേണ്ടി വന്ന അതിക്രൂരമായ പീഡനങ്ങളെ കുറിച്ച് ഈ യുവതി വേദനയോടെ വെളിപ്പെടുത്തുന്നുണ്ട്. താൻ ഭീകരരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതേ മുറിയിൽ മറ്റ് പെൺകുട്ടികൾ ഏതു വിധത്തിലായിരുന്നു പീഡിപ്പിക്കപ്പെട്ടിരുന്നതെന്നും ഈ യുവതി വിവരിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷയെന്നോണം തന്നെ 6 പുരുഷന്മാർ ഒരു രാത്രി ബലാത്സംഗം ചെയ്തുവെന്ന് ഇവർ വെളിപ്പെടുത്തി. തന്നെ നിരവധി പേർക്ക് ഭീകരർ കാഴ്ചവെച്ചിരുന്നു. ചെറിയ പെൺകുട്ടികളെ പോലും ബലാത്സംഗം ചെയ്യുന്നതിന് താൻ സാക്ഷ്യം വഹിച്ചിരുന്നുവെന്നും വിക്ടിം 1 പറഞ്ഞിരുന്നു. സുന്ദരികളായ സ്ത്രീകളെ കാണിച്ച് യുവാക്കളെ ISലേക്ക് ആകർഷിക്കുന്നതും ഉള്ളവരെ നിലനിർത്തുന്നതിനും IS ശ്രമിച്ചിരുന്നുവെന്നും യുവതി പറയുന്നു. അതിക്രൂരമായ പീഡന വിവരങ്ങളാണ് അവർ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ISൽ വിധിയൊരുക്കിയ ദൗർഭാഗ്യം കൊണ്ട് ചെന്നു കയറിയ മലയാളി പെൺകുട്ടികളിൽ നിമിഷ എന്ന ഫാത്തിമ, സോണിയ എന്ന ആയിഷ, മെറിൻ എന്ന മറിയം എന്നിവർ ലവ് ജിഹാദിന്റെ ഇരകളായിരുന്നുവെന്നാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നത്. മതം മാറ്റത്തിനുണ്ടായ സാഹചര്യങ്ങളെല്ലാം അവരുടെ സംശയങ്ങൾക്ക് തെളിവുകൾ നൽകുകയും ചെയ്യുന്നു. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കാമെന്ന സ്വാതന്ത്ര്യവും അതിന് നിയമം നൽകുന്ന സ്വാതന്ത്ര്യവും പെൺകുട്ടികളെ അത്തരത്തിലൊരു അപകടത്തിലേക്ക് തള്ളിവിടുന്നു. പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നവർക്ക് അവരുടെ പദ്ധതികൾ നടപ്പാക്കാനുള്ള പഴുത് ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ സ്വാതന്ത്ര്യങ്ങൾ. നിമിഷയും ഭർത്താവ് ഈസ എന്ന ബെക്സൺ വിൻസെന്റും മകൾ ഉമ്മ കുൽസുമുള്ള ചിത്രം ഒരു വിദേശ ചാനലിൽ കണ്ടാണ് ആറ്റുകാൽ സ്വദേശിനി ബിന്ദു മകളെയും കുടുംബത്തെയും തിരിച്ചറിഞ്ഞത്. മുഖം മറച്ചതിനാൽ നിമിഷയെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിലും മകൾ തന്നെയാണെന്ന് ബിന്ദു തറപ്പിച്ചു പറഞ്ഞു. 2016 ജൂലൈയിലായിരുന്നു നിമിഷയെ കാണാതായത്. കാസർഗോഡ് നിന്ന് ISൽ ചേരാൻ പോയ സംഘത്തിനൊപ്പമാണ് നിമിഷയും പോയത്. 2 വർഷം മുമ്പായി ഇവർ അമ്മ ബിന്ദുവുമായി സംസാരിച്ചിരുന്നു. പേരക്കുട്ടിയുടെ ചിത്രവും അയച്ചു നൽകി. കാസർഗോഡ് പൊയിനാച്ചി സെഞ്ചുറി ഡെന്റൽ കോളേജിലെ അവസാന വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന നിമിഷ അവിടെ വെച്ചാണ് പ്രണയത്തിലായത്. തുടർന്ന് ഈസയെ വിവാഹം കഴിക്കുകയും മതം മാറി ഫാത്തിമയാകുകയും ചെയ്തു. തുടർന്ന് ഇരുവരും ISൽ ചേർന്ന് അഫ്ഗാനിലേക്ക് പോയി. ഇതിനിടെ അഫ്ഗാനിലെ IS ക്യാമ്പിൽ നിമിഷ പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന സന്ദേശം ബന്ധുക്കൾക്ക് ലഭിച്ചു. ഇതിനുശേഷം
അതിനുശേഷം നിമിഷയുടെ വീഡിയോ ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ടിരുന്നു. തന്റെ നാട് അഫ്ഗാൻ അല്ലെന്നും പറ്റുമെങ്കിൽ ഇന്ത്യയിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നുവെന്നും നിമിഷ പറയുന്ന വീഡിയോയും അടുത്തിടെ പുറത്തു വന്നിരുന്നു. തന്റെ മകളുടെ അവസ്ഥ മറ്റൊരു പെൺകുട്ടിക്കും ഉണ്ടാകരുതെന്നാണ് നിമിഷയുടെ അമ്മ ബിന്ദു കണ്ണീരോടെ പറയുന്നത്. സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഈ അവസ്ഥ ഉണ്ടായതിന്റെ വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ ഇന്ത്യൻ സർക്കാർ അവളെ നാട്ടിലെത്തിക്കണമെന്നാണ് ബിന്ദുവിന്റെ ആവശ്യം. എന്റെ മകൾ ഇന്ത്യ വിട്ട് പോകുന്നതിന് മുമ്പ് സർക്കാരിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചതല്ലേ, എന്നിട്ട് അവർ എന്തുകൊണ്ട് തടഞ്ഞില്ല? എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കയ്യിലെത്തിയിട്ട് എന്റെ മോളെ എന്തിന് ഇങ്ങനെ കൊല്ലാൻ വിടുന്നത്? ഒരു അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. എറണാകുളം വൈറ്റ്ല സ്വദേശിയും ക്രൈസ്തവ കുടുംബത്തിലെ അംഗവുമായ സെബാസ്റ്റ്യന്റെ 2 മക്കളിൽ മൂത്തവളാണ് സോണിയ. സോണിയെ കോളേജ് കലോത്സവത്തിനിടെ പരിചയപ്പെട്ട റഷീദ് അബ്ദുള്ള എന്ന വിദ്യാർത്ഥിയാണ് പ്രണയിച്ചത്. സ്കൂൾ തലം വരെ സോണിയയുടെ പഠനം ബഹ്റിനിലെ ഇന്ത്യൻ സ്കൂളിലായിരുന്നു. എഞ്ചിനീയറിംഗ് പഠനത്തിനാണ് കേരളത്തിൽ വന്നത്. കോഴിക്കോട് സ്വദേശിയാണ് റഷീദ്. സാക്കിർ നായികിന്റെ ആരാധകനായിരുന്നു റഷീദ്. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി MBA ബിരുദവും നേടിയ സോണിയയ്ക്ക് സാക്കിർ നായികിന്റെ പ്രബോധനങ്ങൾ അടങ്ങിയ യൂട്യൂബ് സന്ദേശങ്ങൾ അയച്ചു കൊടുക്കുമായിരുന്നു റഷീദ്. റഷീദുമായി പിരിയാൻ കഴിയാത്ത ബന്ധമായതോടെ സോണിയ ഇസ്ലാം മതം സ്വീകരിച്ച് ഐഷയായി മാറി. പിന്നീടാണ് കോഴിക്കോട് പ്ലീസ് ഇന്റർനാഷണൽ സ്കൂളിൽ റഷീദ് ജോലിയിൽ പ്രവേശിക്കുന്നത്. അവിടെ അധ്യാപികയായി എത്തിയ ബീഹാർകാരി യാസ്മിൻ മുഹമ്മദ് ഇയാളെ മുഴുവൻ സമയ IS പ്രവർത്തകയായി വളർത്തി. യാസ്മിനെ റഷീദ് 2ാം ഭാര്യയാക്കിയപ്പോൾ സോണിയയ്ക്ക് എതിർക്കാൻ ശബ്ദമുണ്ടായില്ല. 2016 മെയ് 31 മുംബൈയിൽ നിന്ന് മസ്കറ്റിലേക്ക് പോയ റഷീദിനൊപ്പം ഗർഭിണിയായ സോണിയയും ഉണ്ടായിരുന്നു. UAE-ലെത്തി ഇവിടെ നിന്ന് ഇറാഖിലും പിന്നീട് അഫ്ഗാനിസ്ഥാനിലും എത്തി. വാട്സ്ആപ്പ്, ടെലിഗ്രാം ആപ്പുകളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതുവഴി ആളുകളെ IS-ൽ ചേരാൻ പ്രേരിപ്പിക്കുകയായിരുന്നു റഷീദ്. IS-ൽ ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ആക്രമണങ്ങൾ നടത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ശബ്ദ സന്ദേശം റഷീദ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ IS ക്യാമ്പിലെത്തിയ ശേഷമാണ് സോണിയയ്ക്ക് സാറ എന്ന പെൺകുഞ്ഞ് പിറന്നത്. IS-ന്റെ സീക്രട്ട് ക്ലാസ് വിഭാഗത്തിലാണ് സോണിയയും ഭർത്താവ് റഷീദ് അബ്ദുള്ളയും പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ ജൂണിൽ US സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ റഷീദ് അബ്ദുള്ള കൊല്ലപ്പെടുകയായിരുന്നു. NIA-യുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ആളാണ് ഐഷ എന്ന സോണിയ. ഇവർ നാട്ടിൽ പ്രത്യേകിച്ച് കാസർഗോഡ് പടന്നയിൽ റംസാൻ സമയത്ത് IS ജിഹാദി ആശയത്തെപ്പറ്റി രഹസ്യമായി ക്ലാസുകൾ എടുത്തിരുന്നു. ഇവർക്കും ഭർത്താവിനുമെതിരെ കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിലും കൊച്ചിയിലെ NIA ഓഫീസിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇസ്ലാം മതത്തിന്റെ മേന്മകൾ വർണ്ണിച്ചാണ് മതപരിവർത്തകർ പ്രലോഭിപ്പിച്ചത്. എന്നാൽ പ്രതീക്ഷകളെല്ലാം തെറ്റായിരുന്നു എന്നാണ് IS-ൽ ചേർന്ന സോണിയ സെബാസ്റ്റ്യൻ പറയുന്നത്. IS-ൽ ചേരാൻ സ്വന്തം മതം ഉപേക്ഷിച്ച മലയാളി പെൺകുട്ടി സോണിയയും നിമിഷ അടക്കമുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ അടങ്ങിയ വീഡിയോ പുറത്തുവിട്ടത് അന്താരാഷ്ട്ര മാധ്യമമാണ്. ഇനിയും സംഘടനയിൽ ചേരാൻ നിൽക്കുന്നവരോട് പുനരാലോചന നടത്താനും പെൺകുട്ടി അപേക്ഷിക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചുവെന്നും പ്രതീക്ഷകൾ തെറ്റിപ്പോയതിനാൽ തനിക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെന്നും സോണിയ പറയുന്നുണ്ട്. മെറിൻ ജേക്കബ് സുഹൃത്തിനെ വിവാഹം ചെയ്യാനായാണ് ഇസ്ലാം മതം സ്വീകരിച്ച് മറിയം എന്ന പേര് സ്വീകരിച്ചത്. ക്രിസ്ത്യാനിയായ കാമുകൻ നേരത്തെ ഇസ്ലാമിലേക്ക് മാറിയിരുന്നു. 2 കുട്ടികളാണ് മറിയത്തിനുള്ളത്. എറണാകുളത്തെ പ്രമുഖ കോളേജിലെ പഠനശേഷം ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ മെറിന് ജോലി ലഭിച്ചിരുന്നു. മുംബൈ IBM കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാലത്താണ് മെറിൻ ആദ്യമായി IS-ലേക്ക് ആകർഷിക്കപ്പെട്ടത്. അന്ന് 22 വയസ്സാണ് പ്രായം. തനിക്ക് ഹൈസ്കൂൾ കാലത്ത് ബന്ധമുണ്ടായിരുന്ന ബെസ്റ്റിൻ വിൻസെന്റിനെ കാണുന്നു. അയാൾ ഇതിനകം ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തിരുന്നു. യഹിയ എന്നായിരുന്നു പുതിയ പേര്. ഇയാളുടെ സഹോദരനാണ് നിമിഷയെ വിവാഹം ചെയ്ത ഈസ എന്ന ബെക്സിൻ. തന്റെ മകളെ ബ്രെയിൻ വാഷ് ചെയ്തതാണെന്ന് മെറിന്റെ അമ്മ മിനി ജേക്കബ് പറയുന്നത്. തികഞ്ഞ മതവിശ്വാസമുള്ള ഒരു കുട്ടിയായിരുന്നു ചെറുപ്പം മുതൽക്കേ എന്ന് അമ്മ കരഞ്ഞു പറയുന്നു. മകൾ ഇസ്ലാം മതം സ്വീകരിച്ചതറിഞ്ഞ മാതാപിതാക്കൾ 2014 മെറിനെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് 2016 മെയ് മുതൽ ജൂൺ വരെയുള്ള കാലയളവിലാണ് ഇവരെ കാണാതാവുന്നത്. മെറിനും യഹിയയും ശ്രീലങ്കയ്ക്ക് മതപഠനത്തിന് പോയതായാണ് വീട്ടുകാരെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇവരെല്ലാം IS-ൽ ചേർന്നതായി പിന്നീട് മനസ്സിലായി. ബംഗളൂരു വിമാനത്താവളം വഴിയാണ് ടെഹ്റാനിലേക്ക് പോയത്. ഇപ്പോൾ എന്റെ മനസ്സിലൊന്നുമില്ല, എന്റെ ഭാവി എന്താണെന്ന് എനിക്കറിയില്ല എന്ന് തടവറയിലുള്ള മെറിൻ പറയുന്നു. സ്വതന്ത്രമായ ഒരു സ്ത്രീക്ക് IS ശരിക്ക് ജനാധിപത്യം വേണ്ട എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ ഇവർ നിഷ്കർഷിക്കുന്നത് മതരാജ്യമാണ്. മതരാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത്. അപ്പോ ഭർത്താവിന് ഇപ്പൊ 2 കിട്ടിയാലും 3 കിട്ടിയാലും 4 കിട്ടിയാലും ഒന്നും വിമർശിക്കാൻ പറ്റില്ല. കാരണം അവര് അനുശാസിക്കുന്ന മതനിയമമാണത്. അവര് പിൻപറ്റുന്ന മതനിയമം അവരോട് പറയുന്നതാണത്. നിങ്ങൾ 4 കെട്ടാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ അതിലൊന്നിനെ മാറ്റിയിട്ട് ഒന്നിനെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അതും പറ്റും. അടിമകളെ എമ്പാടും പറ്റും. ഇനി ഗർഭിണികളായാലോ ഒരു കുഴപ്പമില്ല, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ. അപ്പോ ഇവിടെ നിന്ന് എന്തുകൊണ്ടാണ് അവര് അങ്ങനെ ഒരു മതം സ്വീകരിക്കുകയും ആ മതരാജ്യം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയത് ഇവിടത്തെ ജനാധിപത്യത്തിന്റെ മാധുര്യം കൊണ്ടാണ്. ഇവിടെ ആർക്കും എന്തു മതം സ്വീകരിക്കാനും ഫോളോ ചെയ്യാനും പ്രചരിപ്പിക്കാനുമുള്ള റൈറ്റ്സ് ഉള്ളത് കൊണ്ടാണ്. മറിച്ച് താലിബാനിലാണെങ്കിലോ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലോ സിറിയയിലാണെങ്കിലോ പറ്റുമോ? അപ്പോൾ ജനാധിപത്യത്തിന്റെ മാധുര്യം ഇപ്പോൾ അവർ വേണ്ടുവോളം അനുഭവിച്ചിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഈ ഉമ്മുകുൽസു എന്ന് പറയുന്ന നമ്മുടെ നിമിഷ ഫാത്തിമയുടെ മകളും സോണിയ സെബാസ്റ്റ്യന്റെ സാറ എന്ന് പറഞ്ഞ കുഞ്ഞും ഈ കുഞ്ഞുങ്ങളൊക്കെ എന്ത് തെറ്റ് ചെയ്തു? NIA പുറത്തുവിട്ട ഇന്റർവ്യൂവില് ഈ നമ്മുടെ നിമിഷ ഫാത്തിമയുടെ മോളുടെ കയ്യിൽ ഒരു പാവ കൊണ്ട് കൊടുത്തപ്പോൾ തലയാണ് കറക്കി ആദ്യം ആ പാവയുടെ പുറത്തേക്ക് എറിഞ്ഞത്.
കാരണം അവരുടെ ബ്രെയിൻ ആ രൂപത്തിലാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഈ ഔറത്ത് മറയ്ക്കാത്ത, അതായത് ഒരു ഡോള് കൊണ്ട് കൊടുത്തപ്പോൾ ആ ഡോളിനെ പോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ മതവേഷമില്ലാതെ. അതായത് ഒരു ഡോളാണത്, അത് തലമറയ്ക്കണം, അങ്ങനെയുള്ള ഡോളുകൾ മാത്രമേ നമുക്ക് പാടുള്ളൂ. തന്നെയുമല്ല ചിത്രങ്ങൾ പാടില്ലല്ലോ, രൂപങ്ങൾ പാടില്ലല്ലോ. ആ രൂപത്തിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് കൊല്ലലും കൊലയും ഒന്നും, ഭീഷണികൾ, ഇതൊന്നും, ബലാത്സംഗം, പീഡനം, ഇതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അപരാധമേ അല്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അപരാധം എന്താണ്? അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുക, മറ്റതൊന്നും അപരാധമേ അല്ല. ഇപ്പൊ കണ്ടില്ലേ, ബലാത്സംഗം ചെയ്യുക, ടെറസിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുക, ഗർഭചിത്രം നടത്തുക, ഇതൊന്നും ഇവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമേ അല്ല. കാരണം അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജീവിക്കാൻ അർഹരല്ല. അവര് പിന്നെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളവര് ത്യാഗം സഹിക്കാൻ സന്നദ്ധരായി വന്നിട്ടുള്ളതാണല്ലോ. അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം അള്ളാഹുവിന് വേണ്ടി സഹിക്കാനും ക്ഷമിക്കാനും അത് അനുഭവിക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ള വന്നിട്ടുള്ളവരാണല്ലോ. പിന്നെ എന്തിനാണ് ഇന്ത്യയിലേക്ക് വീണ്ടും വലിഞ്ഞു കയറി വരുന്നത്? നമ്മുടെ നാടിന്റെ സമാധാനം തകർക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും താലിബാനികൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിന്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് അങ്ങ് ജീവിച്ചാൽ പോരെ. നന്ദി.